നമസ്കാരം. STV ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സുതാര്യത നിലനിർത്തേണ്ട ഇലക്ഷൻ കമ്മീഷൻ സംശയനിഴലിലേക്ക് മാറുന്നത് ജനാധിപത്യത്തിന് ഭൂഷണമല്ലെന്ന് KSTA സംസ്ഥാന വൈസ് പ്രസിഡന്റ് MA അരുൺകുമാർ. വോട്ട് ചെയ്യാനുള്ള അവസരം നിഷേധിക്കുന്നത് ഏകാധിപത്യ പ്രവണതയാണെന്നും അരുൺകുമാർ. ഇലക്ഷൻ ഡ്യൂട്ടി ചെയ്ത എല്ലാ ജീവനക്കാർക്കും വോട്ട് ചെയ്യാൻ അവസരം ഒരുക്കണമെന്നാവശ്യപ്പെട്ട് FSETOയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റ് മാർച്ച് പാലക്കാട്ട്. ഒറ്റപ്പാലത്ത് ഈസ്റ്റ് പാലത്തിന് സമാന്തരമായി നിർമ്മിക്കുന്ന പുതിയ പാലത്തിന്റെ അപ്രോച്ച് റോഡ് പണികൾക്ക് തുടക്കം. ആദ്യം അഴുക്കുചാലിന്റെയും സംരക്ഷണ ഭിത്തിയുടെയും നിർമ്മാണ പ്രവർത്തനങ്ങൾ. വടനാകുശ്ശേരി മേൽപ്പാലം താൽക്കാലികമായി തുറന്നു. ഗതാഗതത്തിനായി തുറന്നുകൊടുത്ത റോഡിന്റെ സൈഡ് വാൾവ് പ്രവർത്തികൾ നടക്കുന്നതിന്റെ ഭാഗമായി പത്തിരിപ്പാലയിൽ ഗതാഗതക്കുരുക്ക് പരിഹരിക്കുന്നതിനായി സ്ഥാപിച്ച ഓട്ടോമാറ്റിക് സിഗ്നൽ സംവിധാനം നോക്കുകുത്തി. ഓട്ടോമാറ്റിക് സിഗ്നൽ സംവിധാനം നടപ്പായത് നിരവധി ജനകീയ പ്രതിഷേധങ്ങളെ തുടർന്ന്. മൊബൈൽ ഫോണുകൾക്കും വീഡിയോ ഗെയിമുകൾക്കും അവധി നൽകി ചെറിയൊരു വരുമാന മാർഗവും ജീവിത പാഠങ്ങളും പഠിക്കാൻ കൊടുങ്ങല്ലൂരിൽ കുട്ടിപ്പട്ടാളത്തിന്റെ കൊച്ചു കടകൾ. കനത്ത ചൂടിൽ തീറ്റയും വെള്ളവും തേടി പുള്ളിമാനുകൾ നാട്ടിൻപുറങ്ങളിൽ എത്തുന്നത് പതിവ് കാഴ്ച. ഒരു കാലത്ത് നാട്ടിൻപുറങ്ങളെ അടക്കിവാണിരുന്ന അമേച്ചർ നാടകങ്ങൾക്ക് പുതുജീവൻ നൽകി മലശ്ശേരിയിലെ കലാകാരന്മാർ. വാർത്തകൾ വിശദമായി. സുതാര്യത നിലനിർത്തേണ്ട ഇലക്ഷൻ കമ്മീഷൻ സംശയനിഴലിലേക്ക് മാറുന്നത് ജനാധിപത്യത്തിന്റെ ഭൂഷണമല്ലെന്ന് KSTA സംസ്ഥാന വൈസ് പ്രസിഡന്റ് MA അരുൺകുമാർ. വോട്ട് ചെയ്യാനുള്ള അവസരം നിഷേധിക്കപ്പെടുന്നത് ഏകാധിപത്യ പ്രവണതയാണെന്നും അരുൺകുമാർ പറഞ്ഞു. ഇലക്ഷൻ ഡ്യൂട്ടി ചെയ്ത എല്ലാ ജീവനക്കാർക്കും വോട്ട് ചെയ്യാൻ അവസരം ഒരുക്കണമെന്നാവശ്യപ്പെട്ട് FSETO പാലക്കാട് കളക്ടറേറ്റിൽ നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തെരഞ്ഞെടുപ്പ് നടന്ന ദിവസങ്ങൾ കഴിഞ്ഞിട്ടും അന്തിമ പട്ടിക പുറത്തു വന്നിട്ടില്ല. സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നടത്തുന്ന തെരഞ്ഞെടുപ്പിൽ സുതാര്യതയേക്കാൾ പ്രാമുഖ്യം കൊടുക്കുന്നത് അട്ടിമറിക്കാണെന്ന സംശയമുണ്ട്. ഇലക്ഷൻ ഓഫീസിൽ BJPയുടെ സീൽ വന്നതും തെരഞ്ഞെടുപ്പ് രീതികളും കൂട്ടി വായിക്കേണ്ടതുണ്ട്. തെരഞ്ഞെടുപ്പിന്റെ അന്തസ്സ് നശിപ്പിക്കാൻ അനുവദിക്കില്ലെന്നും അരുൺകുമാർ പറഞ്ഞു. ജീവനക്കാർക്ക് വോട്ടവകാശം ലഭ്യമാകുന്നില്ല എന്നുള്ളതാണ്. തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് നിയോഗിക്കപ്പെട്ട ആളുകളിൽ മുഴുവൻ ആളുകൾക്കും വോട്ടവകാശം ഉറപ്പാക്കേണ്ടത് ഡ്യൂട്ടി നിശ്ചയിച്ചു കൊടുത്തത് ആരാണോ അവരാണ്. ആ നിലയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ഇവിടെ കഴിഞ്ഞ ദിവസം FSETO യോഗം ചേർന്ന് ഓരോ ജില്ലയിലും വോട്ട് ചെയ്യാൻ കഴിയാതെ വന്ന അധ്യാപകരുടെയും ജീവനക്കാരുടെയും എണ്ണം എടുത്തപ്പോൾ ഏതാണ്ട് 20,000-ത്തിനടുത്ത ആളുകൾക്ക് വോട്ട് ചെയ്യാൻ സാധിച്ചില്ല എന്നാണ് പറയുന്നത്. ചെറിയ എണ്ണമൊന്നുമല്ല. എങ്ങനെയാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? മാത്രമല്ല, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞിട്ടാണ് കൗണ്ടിങ്. അങ്ങനെ ഏതെങ്കിലും നിലയിൽ വോട്ട് ചെയ്യാൻ കഴിയാതെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു നിലയിലും വിഷമിക്കേണ്ട. ഒരു മാസം സമയമുണ്ട്. ഞങ്ങൾ വീണ്ടും ഫെസിലിറ്റേഷൻ സെൻറ്ററിൽ അതിന് സൗകര്യം ഒരുക്കുമെന്ന് പറഞ്ഞാൽ ആർക്കാ നഷ്ടം? എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഉദാര സമീപനം സ്വീകരിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാവാത്തത്? വോട്ടർ പട്ടിക പരിഷ്കരണം, BLOമാരുടെ വർദ്ധിപ്പിച്ച വേതനം നൽകുക, BLOമാർക്കെതിരായ പോലീസ് അതിക്രമത്തിൽ നടപടിയെടുക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു FSETOയുടെ നേതൃത്വത്തിൽ CEO ഓഫീസ് മാർച്ച് സംഘടിപ്പിച്ചത്. FSETO ജില്ലാ പ്രസിഡന്റ് K അജില അധ്യക്ഷത വഹിച്ചു. NGOU ജില്ലാ സെക്രട്ടറി K സന്തോഷ് കുമാർ, KGOA ജില്ലാ സെക്രട്ടറി R സാജൻ, KSTA സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MR മഹേഷ് കുമാർ, FSETO ജില്ലാ സെക്രട്ടറി K മഹേഷ്, PSC-EU ജില്ലാ സെക്രട്ടറി മനേഷ് N കൃഷ്ണ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഒറ്റപ്പാലം ഈസ്റ്റ് ഒറ്റപ്പാലത്തിന് സമാന്തരമായി നിർമ്മിക്കുന്ന പുതിയ പാലത്തിന്റെ അപ്രോച്ച് റോഡ് പണികൾ തുടങ്ങി. അഴുക്കുചാലിന്റെയും സംരക്ഷണ ഭിത്തിയുടെയും നിർമ്മാണങ്ങളാണ് തുടങ്ങിയത്. പാലത്തിന് സമീപം നിൽക്കുന്ന സ്മാരകങ്ങൾക്ക് തൊട്ട് മുൻപിലൂടെയാണ് അപ്രോച്ച് റോഡ് വരുന്നത്. പാലക്കാട് കുളപ്പള്ളി പാതയോരത്തെ അഴുക്കുചാൽ പൊളിച്ചു നീക്കിയാണ് പടിഞ്ഞാറ് ഭാഗത്തെ അപ്രോച്ച് റോഡിനുള്ള പുതിയ അഴുക്കുചാൽ നിർമ്മിക്കുന്നത്. അപ്രോച്ച് റോഡ് പ്രധാന പാതയോട് കൂട്ടിയോജിപ്പിക്കുകയും ചെയ്യുന്ന വിധത്തിലാണ് നിർമ്മാണം. അഴുക്കുചാൽ നിർമ്മാണം 50% പൂർത്തിയായതായി പൊതുമരാമത്ത് വകുപ്പ് പാല വിഭാഗം അധികൃതർ അറിയിച്ചു. പാലത്തിൻ്റെ നിർമ്മാണം പൂർത്തിയാകുന്ന മുറയ്ക്ക് സംരക്ഷണ ഭിത്തിയുടെ ഉയരം ക്രമീകരിച്ച് കോൺക്രീറ്റ് ചെയ്യാനാണ് പദ്ധതി. പാലത്തിൻ്റെ ഇരുവശങ്ങളിലുമായി 100 മീറ്ററിലേറെ നീളത്തിലാണ് അപ്രോച്ച് റോഡ് നിർമ്മിക്കുന്നത്. ഈസ്റ്റ് ഒറ്റപ്പാലം തോടിന് കുറുകെ 5.08 കോടി രൂപ ചെലവിലാണ് പാലം നിർമ്മിക്കുന്നത്. 3 സ്പാനോടുകൂടി 50 മീറ്റർ നീളത്തിലുള്ള പാലത്തിന് നടപ്പാതയടക്കം 9 മീറ്ററോളം വീതിയുണ്ടാകും. നിലവിലെ പാലത്തിന്റെ വടക്കുഭാഗത്തുള്ള 2 സ്മാരകങ്ങളെയും ബാധിക്കാത്ത വിധത്തിലാണ് പാലം നിർമ്മാണം. പഴയ പാലം അറ്റകുറ്റപ്പണി നടത്തി തുടർന്നും ഉപയോഗിക്കും. കണ്ണേമ്പുറം പാലം മാതൃകയിൽ ഇരുവശങ്ങളിലെയും സഞ്ചരിക്കാവുന്ന വിധത്തിൽ ഓരോ പാലങ്ങൾ ഉപയോഗിക്കാനാണ് ലക്ഷ്യമിട്ടത്. പാലക്കാട് കുളപ്പള്ളി പാതയിൽ തിരക്കേറിയ പട്ടണങ്ങളിൽ ഒന്നായ ഒറ്റപ്പാലത്തെ കുപ്പിക്കഴുത്താണ് ഈസ്റ്റ് ഒറ്റപ്പാലം പാലം. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. വടനാകുശ്ശേരി റെയിൽവേ മേൽപ്പാലം താൽക്കാലികമായി തുറന്നുകൊടുത്തു. ഒരു വശത്തെ അപ്രോച്ച് റോഡിന്റെ സൈഡ് വാൾവ് പ്രവർത്തികൾ നടക്കുന്നതിന്റെ ഭാഗമായാണ് പാലത്തിന് മുകളിലൂടെ താൽക്കാലികമായി വാഹനങ്ങളെ കടത്തിവിട്ടത്.
വാടനാകുറിശി റെയിൽവേ മേൽപ്പാലത്തിന്റെ പ്രവൃത്തികൾ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ്. ഇതിനിടെ പ്രവൃത്തിയുടെ ഭാഗമായി തന്നെയാണ് താൽക്കാലികമായി പാലത്തിന് മുകളിലൂടെ വാഹനങ്ങളെ കടത്തിവിട്ടത്. ശനിയാഴ്ച രാവിലെ മുതൽക്കായിരുന്നു ഇത്. 4-5 ദിവസത്തോളം ഇങ്ങനെ വാഹനങ്ങളെ കടത്തിവിടും എന്നാണ് കമ്പനി അധികൃതർ പറയുന്നത്. നിലവിൽ അപ്രോച്ച് റോഡിന്റെ 2 വശത്തെ കട്ടവിരിച്ച പാതയിലൂടെയാണ് വാഹനങ്ങൾ കടന്നുപോയിരുന്നത്. എന്നാൽ നീളം കൂടിയ അപ്രോച്ച് റോഡിന്റെ സൈഡിലുള്ള കോൺക്രീറ്റ് പ്രവൃത്തികൾ നടത്തേണ്ടതുണ്ട്. ഈ പ്രവൃത്തികൾ നടത്തുന്നതിന്റെ ഭാഗമായാണ് ഇപ്പോൾ താൽക്കാലികമായി പാലത്തിന് മുകളിലൂടെ വാഹനങ്ങളെ കടത്തിവിട്ടിരിക്കുന്നത്. മേൽപ്പാലത്തിന്റെ പ്രവൃത്തികൾ 90% പൂർത്തിയാക്കിയിട്ടുണ്ട്. ലൈറ്റുകൾ സ്ഥാപിക്കൽ, പെയിന്റിംഗ് വർക്കുകൾ തുടങ്ങിയ ചെറിയ വർക്കുകൾ മാത്രമേ ഇനിയും പൂർത്തീകരിക്കാനുള്ളൂ. അത്തരം പ്രവൃത്തികളും ദ്രുതഗതിയിൽ നടന്നുവരികയാണ്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പത്തിരിപ്പാലയിൽ ഗതാഗതക്കുരുക്കിന് പരിഹാരമായി കൊട്ടി ആഘോഷിച്ച് ഉദ്ഘാടനം ചെയ്ത പത്തിരിപ്പാലയിലെ ഓട്ടോമാറ്റിക് സിഗ്നൽ സംവിധാനം മാസങ്ങൾ കഴിഞ്ഞിട്ടും നടപ്പായില്ല. ഒട്ടേറെ ജനകീയ പ്രതിഷേധങ്ങൾക്ക് ഒടുവിലാണ് ഓട്ടോമാറ്റിക് സിഗ്നൽ സംവിധാനം പത്തിരിപ്പാലയിൽ തുടങ്ങിയത്. ഉദ്ഘാടനം കഴിഞ്ഞ മാസങ്ങൾ കഴിഞ്ഞിട്ടും സംവിധാനം തുടങ്ങാനായില്ല. നിലവിൽ സിഗ്നൽ ലൈറ്റുകൾ കത്തുകയും കെടുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. രാഷ്ട്രീയ പ്രവർത്തകർ, മനുഷ്യാവകാശ പ്രവർത്തകർ, സന്നദ്ധ സംഘടനകൾ, മാധ്യമപ്രവർത്തകർ ഇവരൊക്കെ തന്നെ സിഗ്നൽ സംവിധാനത്തിനായി മുറവിളി കൂട്ടിയിരുന്നു. ലക്കിടി പേരൂർ, മണ്ണൂർ, മങ്കര എന്നീ പഞ്ചായത്തുകളുടെ സംഗമസ്ഥാനമാണ് പത്തിരിപ്പാല. പദ്ധതി ഓട്ടോമാറ്റിക് സംവിധാനമായതിനാൽ ഗതാഗതക്കുരുക്ക്, അപകടങ്ങൾ, അനധികൃത വാഹന പാർക്കിംഗ് എന്നിവയ്ക്ക് പരിഹാരമാകും. യാത്രക്കാർക്ക് പാത മുറിച്ചെടുക്കാനുള്ള സൗകര്യമാകും. നിലവിൽ ഉദ്ഘാടനം കഴിഞ്ഞ ലൈറ്റ് കത്തുന്നുണ്ടെങ്കിലും സംവിധാനം കൊണ്ട് പ്രയോജനമില്ലാത്ത അവസ്ഥയാണ്. ഓട്ടോമാറ്റിക് സംവിധാനം ഒരുക്കി ഗതാഗത പ്രശ്നം പരിഹരിക്കണമെന്ന് മുസ്ലിം ലീഗ് കൊങ്ങാട് മണ്ഡലം ജനറൽ സെക്രട്ടറി VM അൻവർ സാദിഖ് ആവശ്യപ്പെട്ടു. പത്തിരിപ്പാല ജംഗ്ഷനിൽ വളരെയധികം കൊട്ടിഘോഷിച്ച് ഉദ്ഘാടനം ചെയ്ത് മാസങ്ങൾക്ക് മുമ്പ് ഉദ്ഘാടനം ചെയ്ത ട്രാഫിക് സിഗ്നലിൻ്റെ മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത്. ഈ ട്രാഫിക് സിഗ്നൽ MLA മാസങ്ങൾക്ക് മുമ്പ് ഉദ്ഘാടനം ചെയ്തെങ്കിലും ഇത് ഉടൻ പ്രവർത്തനക്ഷമതമാകും എന്ന് പറഞ്ഞെങ്കിലും ഇന്നും അത് പ്രവർത്തനക്ഷമതമായിട്ടില്ല. ഇതെല്ലാം പരസ്യ കമ്പനികളുടെ ഒരു തട്ടിപ്പായിട്ടാണ് നമ്മളിതെല്ലാം കാണുന്നത്. ഇതുപോലെ തന്നെ പാലക്കാട് മുനിസിപ്പാലിറ്റിയിലും മറ്റുള്ളതും CSR ഫണ്ട് ഉപയോഗിച്ച് ഡമ്മി ക്യാമറകൾ വെച്ചും അതുപോലെ ക്യാമറ വെക്കേണ്ട അവിടെ പരസ്യ ബോർഡുകൾ വെച്ചും അന്വേഷണം നേരിടുന്നുണ്ട് പല പരസ്യ കമ്പനികളും. ഇതും ഒരു പരസ്യ കമ്പനികളുടെ ഒരു തട്ടിപ്പായിട്ടാണ് നമുക്കിത് മനസ്സിലാകുന്നത്. അല്ലെങ്കിൽ മാസങ്ങളായിട്ടും ഇന്നും അതിനൊരു മാറ്റം ഉണ്ടാക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. കനത്ത ചൂടിൽ തീറ്റയും വെള്ളവും തേടി പുള്ളിമാനുകൾ നാട്ടിൻപുറങ്ങളിൽ എത്തുന്നത് പതിവാകുന്നു. മണ്ണൂർ മേഖലയിൽ 2 പുള്ളിമാനുകളാണ് വീട്ടുമുറ്റത്തും പറമ്പുകളിലും സ്ഥിരമായി കാണപ്പെടുന്നത്. കഴിഞ്ഞ ദിവസം മണ്ണൂർ നായർ വീട്ടുപടിക്ക് സമീപം സ്വകാര്യ വ്യക്തിയുടെ വീട്ടുമുറ്റത്തായിരുന്നു ഇവരെ കാണപ്പെട്ടത്. കനത്ത ചൂടിനെ തുടർന്നാണ് ഇവർ വെള്ളവും തീറ്റയും തേടി നാട്ടിൻപുറങ്ങളിൽ എത്തിപ്പെടുന്നതെന്നാണ് വനംവകുപ്പ് പറയുന്നത്. വനംവകുപ്പിന്റെ നിർദ്ദേശത്തെ തുടർന്ന് സിവിൽ ഡിഫൻസ് വിജയനും സ്ഥലത്തെത്തി. തുടർന്ന് ഇവരെ കാട്ടിലേക്ക് തിരിച്ചയച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. സ്ത്രീകൾക്ക് ചെലവ് കുറഞ്ഞ താമസ സൗകര്യമൊരുക്കി നോട്ടറി ക്ലബ്ബ് ഓഫ് പാലക്കാട് ഈസ്റ്റ്. സ്ത്രീ തൊഴിലാളികൾ ഏറെയുള്ള കഞ്ചിക്കോട് വ്യവസായ മേഖലയിലാണ് റോട്ടറി ക്ലബ്ബ് വനിതാ ഹോസ്റ്റൽ സൗകര്യം ഒരുക്കിയിരിക്കുന്നത്. 1989 ആരംഭിച്ച ഹോസ്റ്റൽ ജീർണത സംഭവിച്ചതോടെ പുതുക്കി പണിയാനിരുന്നുവെന്ന് നിർമ്മാണ കമ്മിറ്റി കൺവീനർ DR ഹരീഷ് മേനോൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പുതുക്കി പണിത ഹോസ്റ്റലിൽ 40 മുറികൾ, കിച്ചൺ, സൈനിക ഏരിയ, 20 ശുചിമുറികൾ ഉൾപ്പെടുന്ന സൗകര്യമുള്ള ഹോസ്റ്റലിൽ 100ഓളം വനിതകൾക്ക് താമസിക്കാനുള്ള സൗകര്യമുണ്ട്. റോട്ടറി ക്ലബിന്റെ സ്ത്രീ ശാക്തീകരണത്തിന്റെ ഭാഗമായി സുരക്ഷിതത്വവും ശുചിത്വവുമായുള്ള താമസിക്കണം ഒരുക്കുന്നതിന്റെ ഭാഗമായാണ് ഹോസ്റ്റൽ സൗകര്യമൊരുക്കിയത്. IIT, കേന്ദ്രീയ വിദ്യാലയം, സ്വകാര്യ സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ളയിടങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് ഏറെ ഉപകാരപ്രദമാണ്. റോട്ടറി ക്ലബ്ബ് ഫണ്ടും വിവിധ കമ്പനികളുടെ CSR ഫണ്ടും ഉപയോഗിച്ച് ഹോസ്റ്റലിൽ അവസാന പണികൾ കഴിച്ച് ജൂണിൽ പ്രവർത്തനം ആരംഭിക്കും. ഹോസ്റ്റലിന്റെ ഉദ്ഘാടനം 22-ന് റോട്ടറി ഗവർണർ ചെല്ലരാജേന്ദ്ര നിർവഹിക്കുമെന്നും ഡോക്ടർ ഹരീഷ് മേനോൻ പറഞ്ഞു. കഞ്ചിക്കോട് ഫയർ സ്റ്റേഷന്റെ അടുത്ത് തന്നെയുള്ള ഒരു ഹോസ്റ്റലാണ്. ഈ ഹോസ്റ്റല് തുടങ്ങിയ സമയത്ത് വളരെ കഴിഞ്ഞ നമ്മളിത് ലാസ്റ്റ് അതിന്റെ ദയനീയാവസ്ഥ കാരണം 1.5 വർഷം മുമ്പ് നിർത്തി ഇൻമേറ്റ്സിനെ പുറത്താക്കുന്നത് വരെ വളരെ ചെറിയ തുകയ്ക്ക് അവർക്ക് താമസം കൊടുത്തുകൊണ്ടിരുന്നതാണ്. അപ്പൊ ലാസ്റ്റ് നിങ്ങൾ ചിലപ്പോൾ അത്ഭുതപ്പെടും, ലാസ്റ്റ് ആൾക്കാരെ വാങ്ങിച്ചിരുന്ന 800 രൂപയൊക്കെയാണ് ഒരു മാസം. 800 റുപ്പീസ് ഒരു മാസം. ഇവിടുത്തെ ഹോസ്റ്റൽസിന്റെ കാര്യം ഞങ്ങൾ ഇപ്പോഴാണ് ഒന്ന് അന്വേഷിക്കുന്നത്. എല്ലാ ഹോസ്റ്റലിൽ വിളിച്ചു ചോദിക്കുമ്പോൾ 800 രൂപ എന്ന് പറയുന്നത് അങ്ങനെ ഒരു മാസത്തെ താമസ സൗകര്യം എവിടെയും കിട്ടാത്തതാണ്. നമുക്ക് ഇനി അത്രയും കുറഞ്ഞിട്ടല്ലെങ്കിൽ പോലും വളരെ ചെറിയൊരു നിരക്കിൽ നമ്മൾ ആ ഒരു താമസം ഒരുക്കാൻ വേണ്ടി ഒരു പ്യുവർ സർവീസിന്റെ ഭാഗമായിട്ട് ചെയ്യുന്ന ഒരു പ്രൊജക്റ്റാണ് വർക്കിംഗ് വിമൻസ് ഹോസ്റ്റൽ. പ്രസിഡന്റ് ഉണ്ണി തോമസ്, സെക്രട്ടറി ബൈജു MS, KV വാസുദേവൻ, KS സുധീർ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്.
വേനൽ അവധിക്കാലം കുട്ടികൾക്ക് യാത്രകളുടെയും കളികളുടെയും സമയമാണ്. എന്നാൽ മൊബൈൽ ഫോണുകൾക്കും വീഡിയോ ഗെയിമുകൾക്കും അവധി നൽകി വേനൽ അവധി അല്പം വ്യത്യസ്തമായി ആഘോഷിക്കുകയാണ് കൊടുങ്ങല്ലൂരിലെ ഒരു പറ്റം വിദ്യാർത്ഥികൾ. കളികൾക്കൊപ്പം ചെറിയ ഒരു വരുമാനവും ഒപ്പം പുതിയ ജീവിത പാഠങ്ങളും പഠിക്കാൻ തെരുവോരങ്ങളിൽ കൊച്ചു കടകൾ തുടങ്ങിയിരിക്കുകയാണ് ഈ കുട്ടിപ്പട്ടാളം. കത്തുന്ന വേനൽ ചൂടിനെ വകവയ്ക്കാതെ വഴിയരികിലെ കച്ചവടം പൊടിപ്പൊടിക്കുകയാണ്. അവധിക്കാലം വെറുതെ വീട്ടിലിരുന്ന് ബോറടിക്കാതെ കൂട്ടുകാരുമൊത്ത് രസകരമായി ചെലവഴിക്കുക എന്നതാണ് ഇവരുടെ പ്രധാന ലക്ഷ്യം. ഒപ്പം സ്വന്തമായി അധ്വാനിച്ച് ചെറിയൊരു പോക്കറ്റ് മണി കണ്ടെത്താനും ഇവർക്ക് കഴിയുന്നു. വിവിധതരം മിഠായികൾ, ദാഹമകറ്റാൻ ശീതളപാനീയങ്ങൾ തുടങ്ങിയവയാണ് പ്രധാന വിഭവങ്ങൾ. കച്ചവടത്തിന്റെ ബാലപാഠങ്ങൾ പഠിക്കുന്ന ഈ കുട്ടികൾക്ക് വില പേശാനും സാധനങ്ങൾ വിൽക്കാനുമൊക്കെ പ്രത്യേകം മിടുക്ക് തന്നെയുണ്ട്. ഞങ്ങൾ വെക്കേഷനായിട്ട് ഒരു കട ആരംഭിക്കാൻ തുടങ്ങി. ഞങ്ങൾ 7 പേര് കട ആരംഭിച്ച് പിന്നെ ഞങ്ങളുടെ കടയിൽ സർബത്ത്, ഉപ്പ് സോഡ അങ്ങനത്തെ പുതിയ ഐറ്റംസ് ഒക്കെ ഇറക്കി. പിന്നെ വെക്കേഷൻ ആയതുകൊണ്ടാണ് ഇങ്ങനത്തെ സംഭവങ്ങൾ ഇറക്കിയത്. ഞങ്ങൾ തന്നെയാണ് കയ്യിൽ നിന്ന് പൈസ ഇട്ടാണ് ഞങ്ങൾ സാധനങ്ങളൊക്കെ മേടിച്ചത്. ഈ അവിൽ മിൽക്ക്, മിഠായി, ഉപ്പ് സോഡ, പിന്നെ സർബത്ത്, അവിൽ മിൽക്ക് എല്ലാം ഉണ്ട്. വരാറുണ്ട്. എല്ലാരും കൂടി പിരിവിടും. ചന്ത മാർക്കറ്റിൽ. വലിയ കടകളിൽ നിന്നും സാധനങ്ങൾ വാങ്ങുന്നതിനേക്കാൾ കുട്ടികളിൽ നിന്ന് സാധനങ്ങൾ വാങ്ങാൻ യാത്രക്കാരും നാട്ടുകാരും ഏറെ താല്പര്യം കാണിക്കുന്നുണ്ട്. കുട്ടികളുടെ ഈ കൊച്ചു സംരംഭത്തിന് മികച്ച പ്രോത്സാഹനമാണ് ലഭിക്കുന്നത്. പണത്തിന്റെ മൂല്യം മനസ്സിലാക്കാനും അപരിചിതരോട് സംസാരിച്ച് ആശയവിനിമയ ശേഷി വർദ്ധിപ്പിക്കാനും ഇത്തരം അനുഭവങ്ങൾ കുട്ടികളെ ഏറെ സഹായിക്കുമെന്ന് രക്ഷിതാക്കളും പറയുന്നു. സുരക്ഷ ഉറപ്പാക്കി രക്ഷിതാക്കളുടെ പൂർണ്ണ പിന്തുണയോടെയാണ് പലയിടത്തും ഇത്തരം കച്ചവടങ്ങൾ നടക്കുന്നത്. ഏതൊരു വലിയ സംരംഭവും തുടങ്ങുന്നത് ചെറിയ ചുവടുവെപ്പുകളിൽ നിന്നാണ്. കളിയും ചിരിയുമായി തുടങ്ങുന്ന ഈ കൊച്ചു കച്ചവടങ്ങൾ നാളെയുടെ മികച്ച സംരംഭകർക്കുള്ള ആദ്യപാഠങ്ങളായി മാറട്ടെ. അവധിക്കാലം വെറും ഒരു വിശ്രമത്തിൻ്റേത് മാത്രമല്ല, ജീവിതം പഠിക്കാനുള്ളത് കൂടിയാണെന്ന് തെളിയിക്കുകയാണ് ഈ കുട്ടിക്കച്ചവടക്കാർ. ന്യൂസ് ബ്യൂറോ, തൃശ്ശൂർ. ഒരു കാലത്ത് നാട്ടിൻ പുറത്ത് അടയ്ക്കുവാനിരുന്ന അമേച്ചർ നാടകകലയ്ക്ക് ഇപ്പോഴും ജീവൻ നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു സംഘം കലാകാരന്മാരുണ്ട് ഒറ്റപ്പാലം മനശ്ശേരിയിൽ. പലവിധ ജോലി തിരക്കുകൾക്കിടയിലും നാടകകലയെ മുറുകെ പിടിക്കുന്നവർ. ഉത്സവകാലമായാൽ അവർ വീണ്ടും എവിടെയെങ്കിലും ഒത്തുകൂടും. അങ്ങനെ ഒരു പുതിയ നാടകത്തിന് ജീവൻ നൽകിയിരിക്കുകയാണ് ഈ സംഘം. പണ്ട് നാട്ടിൻപുറങ്ങൾ അടയ്ക്കുവാനിരുന്ന പ്രാദേശിക നാടക സംഘങ്ങൾ അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുമ്പോഴാണ് ഈ കലാകാരന്മാർ നാടകത്തിലൂടെ കഥ പറയുന്നത്. കൽപ്പണിക്കാരും ബാങ്ക് ഉദ്യോഗസ്ഥരും ജ്വല്ലറി മാനേജരും പഞ്ചായത്ത് മെമ്പറും വിശ്രമജീവിതം നയിക്കുന്നവരുൾപ്പെടുന്ന ഒരു കൂട്ടം കലാകാരന്മാർ അരങ്ങ് തകർത്തു. ഏപ്രിൽ 16 രാത്രിയാണ് മനശ്ശേരി കിള്ളിക്കാവിലെ വേദിയിൽ ചരിത്രം പറയാൻ മറന്നത് എന്ന പുതിയ നാടകം അവതരിപ്പിച്ചത്. പണ്ടെപ്പോഴൊക്കെയോ ജീവിതത്തിന്റെ ഭാഗമായി ഇഴചേർന്ന നാടകകലയെ ഈ കാലത്തും ചേർത്ത് പിടിക്കുകയാണ് ഇവർ. ഓരോ ഉത്സവകാലത്തും അവർ വ്യത്യസ്ത കഥകളുമായി ജനങ്ങൾക്കിടയിലെത്തുമ്പോൾ പ്രൊഫഷണൽ നാടകക്കാരെ വെല്ലുന്ന അഭിനയമാണ് കാഴ്ചവെക്കാറുള്ളത്. ഏതാണ്ട് 25 വർഷം മുമ്പാണ് ഇങ്ങനെയൊരു കൂട്ടായ്മയ്ക്ക് മനശ്ശേരിയിൽ രൂപം നൽകിയത്. മുരളി കോന്നാത്ത് രചനയും സംവിധാനവും നിർവഹിച്ച നാടകത്തിൽ സത്യൻ വെളിത്തൊടിയാണ് സഹസംവിധാനം. രംഗസംവിധാനം ദീപവിധാനവും സജു വെളിയത്തോടാണ് നിർവഹിച്ചത്. വാണിയംകുളം പഞ്ചായത്ത് മെമ്പർ കൂടിയായ രാജു ആറളം, മനോജ് വെളിയത്തൊടി, വിജേഷ് കുന്നത്തുപടി, സുരേഷ് വാച്ചക്കര, കണ്ണൻ കവളപ്പാറ, കൃഷ്ണദാസ് ആറംകുളം, സത്യനാരായണൻ കീഴേപ്പാട്ട്, സതീഷ് വെളിയത്തൊടി, ആദിഷ് കോട്ടില്ലെങ്കിൽ എന്നിവർ വിവിധ വേഷങ്ങളിൽ അരങ്ങ് തകർത്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. തൃശൂർ പൂരത്തിന് തിരുവമ്പാടി വിഭാഗത്തിന്റെ കൊടിയേറ്റ് നടത്തിയിരുന്ന നായ്ക്കനലിലെ മുറിച്ചു മാറ്റിയ വലിയ ആൽമരത്തിന് പകരം പുതിയ ആൽമരത്തെ നടയിൽ ചടങ്ങ് നടന്നു. കർണാടക ഒസൂരിൽ നിന്ന് കൊണ്ടുവന്ന ആൽമരത്തെ തിരുവമ്പാടി ക്ഷേത്രനടയിൽ നിന്ന് ശ്രീമൂലസ്ഥാനത്തേക്ക് മംഗളവാദ്യങ്ങളുടെ ഘോഷയാത്രയായിട്ടാണ് കൊണ്ടുവന്നത്. തുടർന്ന് നായ്ക്കനാൽ ആൽത്തറയിലേക്ക് ആൽമരത്തൈ ആനയിച്ച് പഞ്ചാക്ഷരി മന്ത്രത്തോടെ നടയിൽ ചടങ്ങ് നടന്നു. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ രവീന്ദ്രൻ, തിരുവമ്പാടി ദേവസ്വം പ്രസിഡന്റ് കേണൽ PR.M. രവി, സെക്രട്ടറി കെ ഗിരീഷ് കുമാർ, തന്ത്രി വര്യൻ പുലിയന്നൂർ, ശങ്കരനാരായണൻ നമ്പൂതിരി, കേരള വനഗവേഷണ കേന്ദ്രം സയന്റിസ്റ്റ് P. സുജനപാൽ, കേന്ദ്ര മെഡിസിനൽ പ്ലാന്റ് ബോർഡ് പ്രൊജക്ട് മാനേജർ ഡോക്ടർ UM ചന്ദ്രശേഖര, ദേശക്കാർ, ഭക്തജനങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൃശ്ശൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സുതാര്യത നിലനിർത്തേണ്ട ഇലക്ഷൻ കമ്മീഷൻ സംശയനിഴലിലേക്ക് മാറുന്നത് ജനാധിപത്യത്തിന് ഭൂഷണമല്ലെന്ന് KSTA സംസ്ഥാന വൈസ് പ്രസിഡന്റ് MA അരുൺകുമാർ. വോട്ട് ചെയ്യാനുള്ള അവസരം നിഷേധിക്കുന്നത് ഏകാധിപത്യ പ്രവണതയാണെന്നും അരുൺകുമാർ. ഇലക്ഷൻ ഡ്യൂട്ടി ചെയ്ത എല്ലാ ജീവനക്കാർക്കും വോട്ട് ചെയ്യാൻ അവസരം ഒരുക്കണമെന്നാവശ്യപ്പെട്ട് FSETOയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റ് മാർച്ച് പാലക്കാട്ട്. ഒറ്റപ്പാലത്ത് ഈസ്റ്റ് പാലത്തിന് സമാന്തരമായി നിർമ്മിക്കുന്ന പുതിയ പാലത്തിന്റെ അപ്രോച്ച് റോഡ് പണികൾക്ക് തുടക്കം. ആദ്യം അഴുക്കുചാലിന്റെയും സംരക്ഷണ ഭിത്തിയുടെയും നിർമ്മാണ പ്രവർത്തനങ്ങൾ. വടനാകുശി റെയിൽവേ മേൽപ്പാലം താൽക്കാലികമായി തുറന്നു.
ഗതാഗതത്തിനായി തുറന്നുകൊടുത്ത റോഡിന്റെ സൈഡ് വാൾവ് പ്രവൃത്തികൾ നടക്കുന്നതിന്റെ ഭാഗമായി പത്തിരിപ്പാലയിൽ ഗതാഗതക്കുരുക്ക് പരിഹരിക്കുന്നതിനായി സ്ഥാപിച്ച ഓട്ടോമാറ്റിക് സിഗ്നൽ സംവിധാനം നോക്കുകുത്തി. ഓട്ടോമാറ്റിക് സിഗ്നൽ സംവിധാനം നടപ്പായത് നിരവധി ജനകീയ പ്രതിഷേധങ്ങളെ തുടർന്ന്. മൊബൈൽ ഫോണുകൾക്കും വീഡിയോ ഗെയിമുകൾക്കും അവധി നൽകി ചെറിയൊരു വരുമാന മാർഗവും ജീവിത പാഠങ്ങളും പഠിക്കാൻ കൊടുങ്ങല്ലൂരിൽ കുട്ടിപ്പട്ടാളത്തിന്റെ കൊച്ചുകടകൾ. കനത്ത ചൂടിൽ തീറ്റയും വെള്ളവും തേടി പുള്ളിമാനുകൾ നാട്ടിൻപുറങ്ങളിൽ എത്തുന്നത് പതിവ് കാഴ്ച. ഒരു കാലത്ത് നാട്ടിൻപുറങ്ങളെ അടക്കിവാണിരുന്ന അമേച്ചർ നാടകങ്ങൾക്ക് പുതുജീവൻ നൽകി മലശ്ശേരിയിലെ കലാകാരന്മാർ. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.